ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് ദഹിക്കുന്ന ന്യായീകരണമാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായും അത് ദഹിക്കുന്ന ന്യായീകരണമല്ല എന്ന് മാത്രമല്ല, പറഞ്ഞു വീണ്ടും പാർട്ടി സെക്രട്ടറി കൂടി PR വിഷയത്തിൽ കുടുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തൃപ്തികരമായൊരു ഉത്തരം നൽകാൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കഴിയാത്തതുപോലെ ഇന്ന് പാർട്ടി സെക്രട്ടറിക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്, ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പരിക്ക് നേരത്തെ ഉണ്ടാക്കിയിരുന്ന പരിക്കുകളേക്കാൾ കൂടുതൽ മാരകവും ആ ആഘാതശേഷി കൂടുതൽ കൂടിയതുമായിരിക്കും. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസ്താവന. അന്നതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒന്നാണ്, അഥവാ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് പാർട്ടിക്ക് വലിയ പോറലേൽക്കാതെ പോയ ഒന്നാണ്. എന്തായിരുന്നു ആ പ്രസ്താവന? ഇന്ന് ആ പ്രസ്താവന വന്നാൽ എത്രമാത്രം അതിരൂക്ഷമായ ഒരു പ്രതികരണമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ഇങ്ങനെ പോയാൽ കേരളം എന്ന സംസ്ഥാനം താമസിയാതെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി തീരും എന്നൊരു പ്രസ്താവന നടത്തുന്നത്, കൂടാതെ SSLC വിജയശതമാനം മലപ്പുറത്ത് കൂടുതലാണ് എന്ന ഒരു പ്രസ്താവന വരുന്നത്, കൂടാതെ VS പറയാത്തൊരു വാചകം VSൻ്റെ വായിൽ തിരികെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തുന്നത്, അത് ആ ഘട്ടത്തിലായിരുന്നത് കൊണ്ട് അതിൻ്റെ ആഘാതശേഷി താരതമ്യേന പരിമിതമായിരുന്നു. എന്നാൽ കാലഘട്ടം മാറി, സാമൂഹിക മാധ്യമങ്ങൾ വളരെ ശക്തി ആർജിച്ചു, നമ്മുടെ സമൂഹം വളരെ ധ്രുവീകരിക്കപ്പെട്ട അവസ്ഥയിലേക്കെത്തി. വർഗീയമായി വളരെ സെൻസിറ്റീവായി ഒരു ചെറിയ തീപ്പൊരി പോലും ഒരു വലിയ അഗ്നിയായി മാറാൻ ശേഷിയുള്ള വളരെ സെൻസിറ്റീവായ ഒരു സമൂഹമായി നമ്മൾ ചുരുങ്ങുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും പല തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടാം. അതിന് പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള മാധ്യമ ശൃംഖല ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ന്യൂനപക്ഷ പിന്തുണ കണ്ട് വിരളി പിടിച്ചിരിക്കുന്ന മഴവിൽ സഖ്യവുമായി ചേർന്ന് ആക്രമിക്കാനുള്ള ഇട നൽകുന്നതാകരുത്. അതായിരിക്കണം പാർട്ടിയുടെ ജാഗ്രത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ 10 വർഷത്തിനു മുമ്പ് ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടല്ല, പാർട്ടി സ്വീകരിക്കേണ്ട ജാഗ്രതയല്ല, വർഗീയത എന്നുള്ളത് ഒരു ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരമായി തീർന്നിരിക്കുന്ന കഴിഞ്ഞ 2014 ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ പാർട്ടി ഉപയോഗിക്കേണ്ട പ്രതിരോധം. അതുകൊണ്ട് തന്നെ ചിരിച്ചു തള്ളിക്കളയാൻ പറ്റിയ ഒരു വിഷയമേ അല്ല ഹിന്ദു പത്രത്തിൽ വന്നിരിക്കുന്ന മലപ്പുറം പരാമർശം. അതെന്തുകൊണ്ടെന്നാൽ, ഞാൻ സൂചിപ്പിച്ചല്ലോ, VS അച്യുതാനന്ദൻ പറഞ്ഞ വാചകത്തെ സംബന്ധിച്ച് നോക്കിയാൽ, അതിനെ താരതമ്യപ്പെടുത്തിയാൽ ആ വാചകത്തോളം പോന്ന അപകടകരമായൊരു വാചകമല്ല പിണറായി വിജയൻ്റേതായി ഹിന്ദുവിൽ വന്നിരിക്കുന്നത്. പക്ഷേ അപകടമെന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ വളരെ സെൻസിറ്റീവായി ഈ വിഷയം പ്രതീക്ഷിക്കാവുന്നതിലുമപ്പുറം പല നിലകളിലേക്ക് വ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുണ്ട്, അവരുടെ പ്രചരണായുധങ്ങൾ വളരെ സജീവമാണ്. ആ പ്രചരണായുധങ്ങൾക്ക് മുന്നിലേക്ക് അത്തരമൊരു വാചകം ഇട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഇനിയാണ് ചോദ്യമുണ്ടാവുന്നത്, ഇവിടെ എവിടെയായി ഈ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇത് വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത്? ദയനീയമായ പരാജയപ്പെടുന്നത് ഒരൊറ്റ ചോദ്യത്തിലാണ്. ആ ചോദ്യം തന്നെയാണ് ഇന്നലെ നമ്മളും ആവർത്തിച്ചത്. ദ ഹിന്ദു പത്രം മാപ്പപേക്ഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ നൽകിയ വിശദീകരണത്തെ പാർട്ടി തള്ളുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മുഖ്യമന്ത്രിയുടേതായി സംസ്ഥാനത്തിൻ്റെ വർഗീയമായിട്ട് അതിനെ ധ്രുവീകരിക്കുന്ന രീതിയിൽ, അതിൻ്റെ സാമൂഹികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ, മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടേതായി തിരികെ പത്രത്തിൽ ഒരു വ്യാജ വാർത്ത കൊണ്ടുവന്നതിന് ഉത്തരവാദിത്വമാർക്കാണ്? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആ മലപ്പുറം പരാമർശം പാർട്ടിയെയും മുന്നണിയെയും ഏൽപ്പിക്കുന്ന പരിക്കിൻ്റെ ഉത്തരവാദിത്വമാർക്കാണ്? ഈ ഒരൊറ്റ ചോദ്യമേ കേരളത്തിൽ. ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കല്ലെങ്കിൽ, മുഖ്യമന്ത്രി പറയുന്നു എനിക്കല്ല, ശരി, അത് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം എന്താ? പത്രം പറയുന്നു. പത്രം പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി അതിൽ നിന്ന് താൽക്കാലികമായി രക്ഷിക്കപ്പെട്ടു. പക്ഷേ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ വർഗീയമായി ധ്രുവീകരിക്കാവുന്ന ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുന്ന രീതിയിൽ അങ്ങനൊരു പ്രസ്താവന പത്രത്തിന് മുഖ്യമന്ത്രിയുടേതെന്ന രീതിയിൽ എഴുതി നൽകിയതാരാണ്? അയാൾ ഒരു കാരണവശാലും പാർട്ടിയുടെ സഹയാത്രികനായിരിക്കില്ലല്ലോ, അയാൾ ഈ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാനായിരിക്കില്ലല്ലോ, അയാൾ ഈ LDFൻ്റെ നയത്തെ സംരക്ഷിക്കാനായിരിക്കില്ലല്ലോ. അങ്ങനെ ഒരാളെ എന്തിനാണ് പാർട്ടി സംരക്ഷിക്കുന്നത്? എൻ്റെ അടിസ്ഥാനമായ ചോദ്യം ഇതേയുള്ളൂ. ഇത് പാർട്ടിയുടെ നയമേ അല്ലല്ലോ. പാർട്ടിക്ക് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നൊരു നിലപാടില്ല. മാത്രവുമല്ല, പാർട്ടി തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്, കണക്കെടുത്ത് നോക്കിയാൽ പോലും കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ജില്ലയല്ല മലപ്പുറം. 4ാമതാണ് നിൽക്കുന്നത് മലപ്പുറം. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് 4ാം സ്ഥാനത്ത് മാത്രമാണ് മലപ്പുറം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ മുന്നിലല്ല. ഇനി ഹവാലയുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യത്തിലാണെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം വഴി എന്നത് വളരെ വ്യക്തമായ വിശദീകരണമാണ്, അത് ദഹിക്കുന്ന ന്യായീകരണമാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന ഹവാലയും സ്വർണ്ണക്കടത്തിൻ്റെയും കുറ്റകൃത്യങ്ങൾ കൂടുതലാണെന്നും ആ കുറ്റകൃത്യത്തിന് ഉപയോഗിക്കുന്ന പണം
ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള അപകടകരമായ വാചകം, ആ വാചകം മുഖ്യമന്ത്രിയുടേതായി എഴുതി വെച്ചയാളെ, അങ്ങനെ പാർട്ടിക്കും മുന്നണിക്കും പറ്റിച്ചയാളെ എന്തുകൊണ്ടാണ് അന്വേഷണത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? എന്തുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിക്കാൻ കഴിയാത്തത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് PV അൻവറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ കൗണ്ടർ പ്രൊപ്പഗാൻഡയുടെ മറുപ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സാധാരണ പ്രചരണവേലയെക്കുറിച്ച്, പ്രൊപ്പഗാൻഡയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട രീതികളെക്കുറിച്ച് പഠിക്കും. അതിലൊന്ന് ഗിൽറ്റ് ബൈ അസോസിയേഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ഒരാളുമായിട്ട് നിങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്നയാളെ ബന്ധപ്പെടുത്തുക. അങ്ങനെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വാദങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതില്ല. കാരണം നിങ്ങൾ ആരായി? നിങ്ങളൊരു എതിർഭാഗത്ത് നിൽക്കുന്ന, നമ്മൾ സമൂഹം അംഗീകരിക്കാത്ത ഒരു കുറ്റവാളിയുടെ ഭാഗമായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾ എത്ര ശക്തിയുള്ളതാണെങ്കിലും, എത്ര ന്യായമാണെങ്കിലും, എത്ര യുക്തിഭദ്രമാണെങ്കിലും ആ വ്യക്തിക്ക് പിന്നെ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല. PV അൻവർ മറുപടി പറഞ്ഞു തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, സെപ്റ്റംബർ 13 തന്നെ ദില്ലിയിലെ മാധ്യമമുറികളിലേക്ക് എത്തിയ പ്രസ് റിലീസിൽ എന്താ പറയുന്നത്? മലപ്പുറം ജില്ലയിൽ ഈ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, ഇതൊരു മാഫിയ കേന്ദ്രമാണ് എന്ന മട്ടിലുള്ള പ്രസ് റിലീസുകൾ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തിച്ചതിനു പിന്നിൽ ഈ മാഫിയയെ സംരക്ഷിച്ചു പിടിച്ചു നിൽക്കുന്നയാളാണ് PV അൻവർ എന്ന ഗിൽറ്റ് ബൈ അസോസിയേഷൻ വഴി, അഥവാ അങ്ങനെ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്നയാളാണ് എന്നൊരു പ്രതിച്ഛായ PV അൻവറിന് കൊടുക്കാനും PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പരിക്ക് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡ മൂവ്. ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടു തന്നെ എന്നാണ് നമ്മുടെ പ്രതിനിധി PA സുനിൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പൊസിഷനുകളിൽ ഇരിക്കുന്നവരാണ് ഈ കൗണ്ടർ പ്രൊപ്പഗാൻഡ മൂവിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കുടുങ്ങിയത് ഇവിടെയാണ്. അതായത് ഈ കൗണ്ടർ പ്രൊപ്പഗാൻഡ അഥവാ ഈ മറുപ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ഗിൽറ്റ് ബൈ അസോസിയേഷൻ്റെ ഒരു പ്രചരണ തന്ത്രം ഉപയോഗിക്കുമ്പോൾ അതിന് കരുവാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യനെ. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഈ സുബ്രഹ്മണ്യൻ പ്രവർത്തിക്കുകയും, അഥവാ ഈ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ആഗ്രഹപ്രകാരമാണെങ്കിൽ ഈ സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്യുകയോ സുബ്രഹ്മണ്യനെ എക്സ്പോസ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത്. റിലയൻസിൻ്റെ കോർപ്പറേറ്റ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുള്ള മാവൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഐപാക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നയാളാണ്. അദ്ദേഹം ഒരു പബ്ലിക് പോളിസിയിൽ ബിരുദമെടുത്തതിന് ശേഷം ഇത്തരം ഐപാക്ക് പോലുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു കാലത്തും ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകനായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മറുപ്രചരണ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് PV അൻവറിനെ അടിക്കാൻ ഉപയോഗിച്ച അടി ഒരു ബൂമറാങ്ങായി തിരിച്ചു കൊള്ളുമ്പോൾ അതിന് ഒരു വിശദീകരണം നൽകുക സാധ്യമല്ല. കാരണം ഈ കൗണ്ടർ പ്രൊപ്പഗാൻഡ, മറുപ്രചരണ വേല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഗ്രഹിച്ചിരുന്നതാണ്. ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യൻ നിറവേറ്റിയത്. പക്ഷേ സുബ്രഹ്മണ്യൻ നിറവേറ്റിയപ്പോൾ അതിലൊരു വാചകം പിശകായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ആ വാചകമാണ് ദ മണി ഈസ് എൻറ്ററിംഗ് ഇൻ ടു കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നായി തീർന്നത്. മാത്രമല്ല അവിടെ കരിപ്പൂർ വിമാനത്താവളം എന്നുള്ളത് ഇല്ലാതാവുകയും ചെയ്തു. അതോടുകൂടി അതിന് മാരകമായൊരു പ്രഹരശേഷിയുണ്ടായി. ആ പ്രഹരശേഷിയുടെ ഫലം ഇന്ന് സമസ്തയുടെ നേതാവ് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത CPM-നില്ല. അതാണ് വ്യക്തമാകുന്നത്. മനഃപൂർവമായ പ്രതികരണം എന്നാണ്. മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടും ദ ഹിന്ദു പത്രം അത് വിശദീകരിച്ചിട്ടും സമസ്തയിലെ ഒരു വിഭാഗം ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്നത് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മറ്റൊരു ഓമനപ്പേര് കൂടി ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ SDP-യും വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്തെയുമായും PV അൻവറിനെ ബന്ധിപ്പിക്കുന്നതും ഈ ഗിൽറ്റ് ബൈ അസോസിയേഷനാണ്. കാര്യം SDP ഒരു തീവ്രവർഗീയ പ്രസ്ഥാനമാണെന്നും ജമാഅത്തെ ഒരു മൗദൂദി മതരാഷ്ട്രവാദം പറയുന്ന ഒരു വർഗീയ സംഘടനയാണെന്നും സ്ഥാപിക്കുക വഴി PV അൻവറിൻ്റെ പിന്തുണ ഇവരുടേതാണെന്ന് പറയുമ്പോൾ പിന്നെ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അപ്രത്യക്ഷമാകും. അവിടെയാണ് ADGP-യും RSS ബന്ധം പിന്നീട് മറുപടിയില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ആ
യഥാർത്ഥത്തിൽ ഇന്ന് പാർട്ടി സെക്രട്ടറി നൽകിയ വിശദീകരണവും ന്യായീകരണവും ദഹിക്കുന്നതല്ല. ഒരു കാര്യം കൂടി, ADGP RSSുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിലും കുടുങ്ങി നിൽക്കുന്നത് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ അതിനെ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. പക്ഷേ പ്രകാശ് ബാബു ആവർത്തിച്ചു പറയുന്നത് വേണ്ടത് ഭരണപരമായ ഒരു മാറ്റമല്ല, ഭരണപരമായൊരു തീരുമാനമല്ല, വേണ്ടത് രാഷ്ട്രീയമായൊരു തീരുമാനമാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ആഗ്രഹപ്രകാരം അധികാരസ്ഥാനത്തിരിക്കുന്നവരെ മാറ്റുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല, അത് ഭരണത്തിൽ ഒരു തെറ്റായ മാതൃക സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ആര് പറഞ്ഞു ADGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ? ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെയല്ലേ വിജിലൻസിൻ്റെ തലപ്പത്തിരുന്നപ്പോഴും ഈ ഷാജി കിരണിനെ ബന്ധപ്പെടുന്ന സാഹചര്യത്തിലും ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് കൊണ്ടല്ലേ അദ്ദേഹത്തെ അവിടെ നിന്നും സിവിലിയൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു താരതമ്യേന അപ്രധാനമായൊരു പോസ്റ്റിലേക്ക് മാറ്റിയത്? അതുകൊണ്ടൊരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി മാറ്റാൻ കഴിയുന്ന തീരുമാനത്തെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ആയി എടുക്കേണ്ട ഒരു തീരുമാനത്തെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ, റിപ്പോർട്ടിൻ്റെ പേരിൽ വൈകിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും നാളെയോ മറ്റന്നാളോ ADGPയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. ആ തീരുമാനമുണ്ടാവുമ്പോൾ അത് രാഷ്ട്രീയ തീരുമാനമെന്ന് പറയരുത്. കാര്യം അത് ഭരണപരമായ തീരുമാനമാണ്. രാഷ്ട്രീയ തീരുമാനം പറഞ്ഞത് CPI ആണ്. CPM-ന് ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അത് ന്യായീകരിക്കാനും അത് ദഹിക്കാനും ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ അത് ദഹിക്കുന്ന ന്യായീകരണമേ ആയിരുന്നില്ല. Meet the editors.